വെൽക്കം ബാക്ക് ടു കുട്ടീസ് ഇൻ ബാംഗ്ലൂർ. അപ്പോൾ ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഒരു വീഡിയോ ആണ്. നമ്മൾ ഇന്ന് ഫുഡ് അടിക്കാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പം ഒരു റെസ്റ്റോറൻറ്റിനെ പറ്റി കേട്ട് അവിടെ വന്ന് നിങ്ങൾ നിൽക്കുകയാണ്. നമ്മുടെ കൂടെ വേറെ ആരുണ്ടെന്ന് അറിയണ്ടേ? ഓൾവേസ്. അപ്പോൾ കഴിച്ചിട്ട് വല്ലതും പറയാവേ. നല്ല വിശപ്പുണ്ട് എല്ലാവർക്കും. അമ്മച്ചി എന്തിയെ? അമ്മച്ചി വിശന്നിട്ട് മാറി നിൽക്കുക. അപ്പം ഇത് ഈ റെസ്റ്റോറൻറ്റ് പേര് കാശിപ്പൂ എന്നാണ്. എസ്രുഘട്ട മെയിൻ റോഡ്. എസ്രുഘട്ട മെയിൻ റോഡ് എന്ന് പറയുമ്പോൾ യലങ്കയിൽ നിന്ന് ഇച്ചിരി അകത്തോട്ട് വരണം. എസ്രുഘട്ട മെയിൻ റോഡ് എന്ന് എസ്രുഘട്ട ലേക്ക് കേട്ടിട്ടുണ്ടാവും. ഇച്ചിരി ഫേമസ് ആയിട്ടുള്ളൊരു ലേക്കാണ് എസ്രുഘട്ട ലേക്ക്. പോലെ ആ ലേക്ക് പോകുന്ന വഴിയിലാണ് എസ്രുഘട്ട പോകുന്ന വഴി കാശിപ്പൂ എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് കാണാം. നമ്മുടെ സാമ്പ്രം കോളേജൊക്കെ കഴിഞ്ഞ് വരുന്ന വഴിയാണ്. അപ്പോൾ അവിടെ നല്ല അടിപൊളി ഫുഡ് കിട്ടും. പിന്നെ വേറൊരു കാര്യം, ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. അപ്പോൾ നമുക്കത് മിസ് ചെയ്യരുത്. അപ്പം നമുക്ക് കാണാം. അപ്പം ദേ നമ്മൾ അകത്തോട്ട് കയറുവാണ്. ദേ എല്ലാവരും പോകുന്നുണ്ട് അകത്തോട്ട്. എല്ലാവർക്കും നല്ല വിശന്നിരിക്കുന്ന ഒരു ടൈമാണ്. അപ്പം ദേ ഇവിടെ മാസ്കും സാനിറ്റൈസറും ഒക്കെ യൂസ് ആക്കണം. ടെമ്പറേച്ചർ ചെക്കിങ് എല്ലാം ഉണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റ് ഫ്രണ്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തത്തെ വ്യൂ കാണണ്ടേ? കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്കിതിൻ്റെ അകത്തോട്ടൊന്ന് നോക്കാം. ഇവിടെ ചെടിയൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ? ഇതാണ് ഇവിടുത്തെ മെനു. സോ നമ്മൾ മെനു നോക്കുവാണ്. നമ്മൾ എവിടെ വന്നിട്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലും ഉണ്ട്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇതിൻ്റെ എന്താ കഴിക്കേണ്ടത് നമ്മൾ നോക്കുവാണ്. സൈലന്റ് ഏരിയ അല്ലേ? അപ്പോൾ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ട് വെയിറ്റിംഗ് ആണ്. നമ്മൾ ചിക്കൻ നൂഡിൽസ്, ഗീ റൈസ്, ബട്ടർ നാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലാണ്. ടേസ്റ്റ് അറിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ നമ്മൾ കുറച്ച് ആദ്യം ഓർഡർ ചെയ്തിട്ടില്ല. ഇനി എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ഓർഡർ കൊടുക്കാം. അത്യാവശ്യം നല്ല തിരക്കുള്ള റെസ്റ്റോറൻ്റാണ്. ഹട്ട് ടൈപ്പ് നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് പ്രൈവസി ഒക്കെ കിട്ടുന്ന നല്ല ഒരു റെസ്റ്റോറൻ്റാണ്. നിങ്ങൾ ഹട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതുപോലെ കുറേ ഹട്ടുകളിവിടെ. അതുപോലെ പാർട്ടി ഹാളുണ്ട്. ഹട്ട് പിന്നെ മുന്നോട്ട് നമുക്ക് കാണിച്ചു തരാം. ഇത് കഴിഞ്ഞിട്ട് കഴിക്കട്ടെ ഫസ്റ്റ്. ഓക്കെ, ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ നല്ലൊരു സംഭവമാണ്. ബട്ടർ നാനും ബട്ടർ ചിക്കനും ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പം എങ്ങനെയുണ്ട് സാമേ? നൂഡിൽസ് പൊളിച്ചോട്ടോ. രണ്ടാമത് ഓർഡർ ഫുഡൊക്കെ കഴിച്ചു ഇങ്ങനെ ഇരിക്കുകയാണ്. ആ തച്ചു റോട്ടിയും ബട്ടർ നാനും ബട്ടർ ചിക്കനും ടേസ്റ്റ് ചെയ്ത് മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് ഓർമ്മ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഒന്നും വീഡിയോ എടുക്കാൻ മറന്നുപോയി സത്യം പറഞ്ഞാൽ.
നിങ്ങൾക്ക് കാണിച്ചു തരാം, അത് കണ്ടാൽ മനസ്സിലാവും. ഈ പ്ലേറ്റുകൾ കിടക്കുന്ന കോലം കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. ദേ തച്ചുയുടെ പ്ലേറ്റായത്, കിളിയുടെ പ്ലേറ്റ്, സാമിൻ്റെ പ്ലേറ്റ്, ക്ലിയർ അമ്മച്ചിയുടെ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ പ്ലേറ്റ് കണ്ടാൽ അറിയാം ഭക്ഷണം എങ്ങനെയാണ്. അടുത്ത ഓർഡർ ചെയ്തിട്ട് വെയിറ്റിംഗ് ആണ്, അടുത്ത ഓർഡർ ചെയ്തിട്ടുണ്ട്, അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. ദേ തച്ചു വെയിറ്റിങ്ങിലാണ് അടുത്ത ഫുഡിന് വേണ്ടി. ഇതേണ്ടോ മെനു കാർഡൊക്കെ പിടിച്ച് അടുത്ത ഓർഡർ ചെയ്ത്. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത ഡെസേർട്ട് വന്നിട്ടുണ്ട്. ഇത് ജാമുൻ വിത്ത് ഐസ്ക്രീം, ഗുലാബ് ജാം. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ എന്തോ ഡെസേർട്ടാണ്. സോ ഇത് നമുക്കൊരു ചിരട്ടയിലാണ് തന്നിരിക്കുന്നത്. സെർവിങ്സ് ഒക്കെ നല്ല, പക്ഷേ ഇത് കഴിച്ച് നോക്കിയിട്ട് ഇതിൻ്റെ കാര്യം എന്താണെന്ന് പറയാം. നമ്മുടെ കാശി സ്പെഷ്യൽ ഡെസേർട്ടാണിത്. അപ്പോൾ നമ്മുടെ ആദ്യം ഇവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ നമ്മൾ 3 ഫ്ലേവറും നമ്മൾ കഴിക്കുകയാണ്. എങ്ങനെ ഉണ്ടായില്ലേ? അടിപൊളിയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനൊന്നുമില്ല, നല്ല സ്പെഷ്യൽ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് നമ്മുടെ നെക്സ്റ്റ് ഡെസേർട്ട് ഗുലാബ് ജാമുൻ വിത്ത് ഐസ്ക്രീം. നമ്മുടെ ചേട്ടൻ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. കുറച്ച് ഐസ്ക്രീമും കുറച്ച് ഗുലാബ് ജാമുനും എടുത്ത് ഇങ്ങനെ എൻ്റെ കുറച്ച് എൻ്റെ ചാറ്. അടിപൊളിയാണോ? എങ്ങനെയുണ്ട്? ഇതാണോ മറ്റേതാണോ നല്ലത്? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതാണല്ലോ ഇഷ്ടപ്പെട്ടു. ഫുഡൊക്കെ കഴിച്ച് ക്ഷീണം കുറച്ചേ കഴിച്ചുള്ളൂ. രണ്ടുപേര് വരുന്നുണ്ട് പുറകിൽ നിന്ന് ക്ഷീണിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സാമും നല്ല ഹാപ്പിയാണ്. അപ്പോൾ ഞങ്ങളിതേ പുറത്ത് പോയിട്ട് ഇറങ്ങുവാണ്. പുറത്തിറങ്ങിയാൽ പാർക്കിങ്ങിൻ്റെ ഒരു വ്യൂ കൂടെ നമ്മൾ കാണിച്ചു തരാം. ആ പാർക്കിങ്ങിൽ നല്ലൊരു സൂപ്പർ ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇതാണ് പാർക്കിംഗ്. കേട്ടോ, നന്നായിട്ടില്ല. ഇനി ഇവിടെ ഫോട്ടോഷൂട്ടാണ്. ആലിയുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടി ആലിയ പോയി ഫോട്ടോഷൂട്ടിന് പോയി നിൽക്കുവാണ്.